സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 20 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 11, ഷോർട്ട് ലിസ്റ്റ് 6 ഉൾപ്പെടെ 17 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 2, ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ് ആൻഡ് ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വാച്ചർ ഗ്രേഡ് 2, 4th NCA ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 745/2022. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 439/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 51.33. ലിസ്റ്റിലാകെ 785 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 383 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 101/2019. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് പോളിടെക്നിക്സിലേക്ക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 64/2021. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 36.67. ലിസ്റ്റിലാകെ 339 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 163 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കാർപ്പൻ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 395/2021 ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 396/2021. പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കാർപ്പൻ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 395/2022. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 396/2021 എന്നീ തസ്തികകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിമുഖം 4/2/2024, 15/2/2024, 16/2/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് 3 ദിവസം മുമ്പ് വരെ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 4B സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464418. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 444/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 58.67. ലിസ്റ്റിലാകെ 61 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 16 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. നാഷണൽ കേഡറ്റ് കോർപ്സ് NCC കൊല്ലം ജില്ലയിലേക്ക് ബോട്ട് കീപ്പർ ഫ്രം എമംഗ് എക്സ് സർവീസ്മെൻ ഡിസ്എംബോഡീഡ് ടെറിട്ടോറിയൽ ആർമി പേഴ്സണൽ ഓൺലി കാറ്റഗറി നമ്പർ 547/2019. അടുത്തത് ഒരു റാങ്ക് ലിസ്റ്റാണ്. എറണാകുളം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 391/2020. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് കാറ്റഗറി നമ്പർ 558/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 559/2021. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ കാറ്റഗറി നമ്പർ 505/2021. കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിൽ അഗ്രികൾച്ചർ ഓഫീസർ കാറ്റഗറി നമ്പർ 505/2021 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 21/2/2024, 22/2/2024, 23/2/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്ന അഭിമുഖത്തിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ അയച്ചിട്ടുണ്ട്.
ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാക്കേണ്ടതാണ്. സംശയങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR 4B സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464118. അടുത്തതൊരു ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് ഫയർമാൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 71/2021. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ഫയർമാൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 71/2021 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2024 ഫെബ്രുവരി 14 രാവിലെ 7 മണി മുതൽ ശാരീരിക അളവെടുപ്പും തുടർന്ന് പ്രമാണ പരിശോധനയും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥ പ്രമാണങ്ങളുമായി നിശ്ചിത സ്ഥലത്തും സമയത്തും ഹാജരാകേണ്ടതാണ്. സംശയ നിവാരണത്തിനായി ആസ്ഥാന ഓഫീസിലെ CR സെക്കൻഡ് വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254643. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സീയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 748/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ഫിലോസഫി കാറ്റഗറി നമ്പർ 487/2019. അടുത്ത റാങ്ക് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രായിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 524/2019. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ST ഓൺലി കാറ്റഗറി നമ്പർ 26/2021. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 412/2020. അടുത്ത റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രീ പ്രൈമറി ടീച്ചർ പ്രീ പ്രൈമറി സ്കൂൾ കാറ്റഗറി നമ്പർ 519/2019. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 157/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 58.67. ലിസ്റ്റിലാകെ 61 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 16 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 361/2021. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. വയനാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST ഓൺലി. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ ആയുർവേദ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ. തിരുവനന്തപുരം ജില്ലയിലേക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ്. പത്തനംതിട്ട ജില്ലയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ KAP 3rd ബറ്റാലിയൻ. പത്തനംതിട്ട ജില്ലയിലേക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ ആയുർവേദ. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് സോഷ്യൽ സ്റ്റഡീസ് മലയാളം മീഡിയം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനോട്ടമി. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഉറുദു ജൂനിയർ. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.